ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാം തിരുവചനം. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. വീട്ടിൽ വളരെ ശ്രമകരമായ ഒരു ജോലിയിൽ അതിഥികളെ സ്വീകരിക്കുന്ന ബദ്ധപ്പാടിൽ അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരിക്കുന്ന, അങ്ങനെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വിയർത്തൊലിച്ച് വീട്ടിലെ പണികളിൽ വ്യാപൃതയായിരിക്കുന്ന മറിയം. അവൾ നോക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറുള്ള തൻ്റെ സ്വന്തം സഹോദരി ഇന്ന് ഒരു കാര്യത്തിനും തൻ്റെ അടുത്ത് വരുന്നില്ല, തന്നെ സഹായിക്കുന്നില്ല. ചേച്ചി, എന്തെങ്കിലും ഞാൻ ചെയ്തു തരുവാനുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുന്നു പോലുമില്ല. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് അടുക്കളയിലും മറ്റ് വീടിൻ്റെ നാനാമുക്കിലും എത്തി വീട്ടിൽ വന്നിരിക്കുന്ന ഓരോ അതിഥികളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. എന്നാൽ തന്നെ സഹായിക്കേണ്ട ആ വീട്ടിൽ തന്നെ തൻ്റെ സ്വന്തം സഹോദരി ഒരു കൂസലുമില്ലാതെ, തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ യേശുവിൻ്റെ തൃപ്പാദങ്ങളിലിരുന്ന് അവൻ പറയുന്നതും ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ട് കലിപ്പ് വന്ന് യേശുവിനോട് തന്നെ വന്ന് പരിഭവം പറയുന്ന സമയം. കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എന്നെ വന്ന് സഹായിക്കാൻ നിനക്ക് ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പരിഭവം പറയുന്ന മൂത്ത സഹോദരി. ശരിയല്ലേ ആ പാവം സ്ത്രീ പറയുന്നത്? എല്ലാവരും യേശുവിൻ്റെ മുൻപിൽ മാത്രം ഇരുന്ന് യേശുവിനെ കേൾക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ ആര് നോക്കും ആ വീട്ടിലെ കാര്യങ്ങൾ? പ്രധാന ആരാധന നടക്കുന്ന സമയങ്ങളിൽ ശ്രമകരമായ ജോലിയിൽ ഏർപ്പെടുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ പള്ളികളിൽ വരുന്നു. എത്രയെത്ര സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ ശ്രമിച്ച് പള്ളിയിൽ കൊടുക്കേണ്ട നേർച്ച ഭംഗിയായി വിതരണം ചെയ്യുവാനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നു. വളരെ ദൈർഘ്യമേറിയ ആരാധനകളുടെ അവസാനം സ്വന്തം സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഭൗതിക കാര്യങ്ങളിൽ അവരുടെ തളർച്ച മാറ്റുവാനായി എന്തെങ്കിലും ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കുന്ന എത്രയോ പേർ അത് സൗകര്യപൂർവ്വം പന്തിയായി ഇരുത്തിയോ വരിവരിയായി നടത്തിയോ എല്ലാവർക്കും വിളമ്പുന്ന, അങ്ങനെ നല്ല ശ്രമഫലം വേണ്ട എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകുന്നു. ആരെങ്കിലുമൊക്കെ ഇതെല്ലാം നടത്തിയാൽ മാത്രമല്ലേ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി തീരുകയുള്ളൂ? തീർച്ചയായും വേണം. അപ്പോൾ പിന്നെ യേശു എന്തിനായിരിക്കാം മാർത്തയോട് അത്ര ഫേവറബിൾ അല്ലാത്ത ഒരു മറുപടി പറഞ്ഞത്? തീർച്ചയായും മാർത്ത ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അവളുടെ ആങ്സൈറ്റി, അവളിലുള്ള ഡിസ്ട്രാക്ഷൻ അവളിലെ സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മാർത്തയുടെ വ്യഗ്രചിത്തം കൊണ്ട് പരാതിയും പരിഭവവും തന്നിൽ നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, അവൾ എന്നെ സഹായിക്കുന്നില്ല. ഇന്നൊരു പക്ഷേ ഒരു കൂട്ടായ ശ്രമഫലത്തിനിടയിൽ നമ്മളും പലപ്പോഴും പരാതി പറയുന്നവരാണോ? ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ആരും എന്നെ സഹായിക്കുന്നില്ല എന്നെല്ലാം. തീർച്ചയായും ദൈവത്തിന് സമയം കൊടുക്കുവാനില്ലാത്ത സേവനം നമ്മിൽ അസ്വസ്ഥതയും പരിഭവങ്ങളും ക്ഷീണവും കൊണ്ടുവരുമ്പോൾ ദൈവ സന്നിധിയിൽ നിന്നുള്ള സേവനം നാം ഓരോരുത്തരിലും ദൈവിക സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നു. ജീവിത തിരക്കുകളിൽ ജോലി, കുടുംബം, ഉത്തരവാദിത്തങ്ങൾ ഇവയിലെല്ലാം വ്യാപൃതരാകുമ്പോഴും ദിവസത്തിൽ കുറച്ചു സമയം ദൈവത്തിനായി മാറ്റിവെക്കുവാനും മാർത്തയെപ്പോലെ വ്യഗ്രതയും സമ്മർദ്ദവും വരാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം മുഴുകാതെ ദൈവത്തോടൊപ്പം ഇരുന്ന് മനസ്സിലെ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.